നമസ്കാരം, ഞാൻ ധന്യ. സേഫ് ടു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞനും അതുപോലെ തവനൂർ കാർഷിക സർവകലാശാല ഫാം മേധാവിയുമായിട്ടുള്ള ഡോക്ടർ പി.കെ. അബ്ദുൾ ജബ്ബാർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മളുടെ വാഴകൃഷിയിൽ കർഷകരൊക്കെ നേരിടുന്ന പ്രധാന ഒരു പ്രശ്നമാണ് അതുപോലെ പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും കുറവുകൾ എങ്ങനെ കണ്ടെത്താമെന്നും അതുപോലെ കണ്ടെത്തിയാൽ തന്നെ എന്തൊക്കെ വളങ്ങളാണ്, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു വീഡിയോ തന്നെയാണ്, ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ചില തിരക്കുകൾ മൂലമാണ് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വൈകില്ല. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാറേ, ഇതിങ്ങനെ പോളയിൽ നിന്ന് ഈ വെള്ളം വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ വ്യാപകമായിട്ട് കാണാറുണ്ട്. ഇതിപ്പോ വയനാട് ജില്ലയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ധാരാളം ഇത് കണ്ടിട്ടുണ്ട്. ഇത് കർഷകരുടെ ഇടയിൽ വാഴപ്പനി എന്ന് പറയുന്ന ഒരു ഇതാണ്. അവർ വാക്ക് തന്നെ കൊളോക്കിയലായിട്ട് അവർ പറഞ്ഞ വാഴപ്പനി. ശരിക്കും ഇത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാത്തതുകൊണ്ട് നമ്മളെ കൃഷിക്കാർ വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ മരുന്നുകൾ പ്രയോഗിക്കുന്നതാണ് ഇതിന്. ഇത് ശരിക്കും പൊട്ടാസ്യം കുറഞ്ഞതിന്റെ ഒരു ലക്ഷണമാണത്. പൊട്ടാസ്യം സാധാരണ നമുക്കറിയാലോ, വാഴയാണ് ഏറ്റവും കൂടുതൽ ലക്സൂറിയസ് കൺസംഷൻ ഉള്ള ഒരു വിള. അത് ആവശ്യത്തെക്കാൾ കൂടുതൽ പൊട്ടാസ്യം വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് വാഴ. അപ്പോൾ നമ്മളെ ശാസ്ത്രീയ ശുപാർശ തന്നെ ഒരു 1/2 കിലോഗ്രാം പൊട്ടാഷ് ഒരു വാഴയ്ക്ക് ഒരു സീസണിൽ കൊടുക്കണം എന്നാണ്. അപ്പോ ശരിക്കും ന്യൂട്രിയന്റ് മൂലകങ്ങൾ പലപ്പോഴും നമ്മളെ കർഷകര് മണ്ണിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ മൂലകങ്ങൾ ഉണ്ടാവും, പക്ഷെ അതൊന്നും മുകളിലേക്ക് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നില്ല, വലിച്ചു കൊണ്ടുപോകപ്പെടുന്നില്ല. അപ്പൊ ആ വാഹനം എന്നുള്ള ഒരു റോള് ചെയ്യുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂലകങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയ കൊലയിലേക്ക് എത്തില്ല, അതാണ് തടസ്സപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പൊട്ടാസ്യം ചെടിക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിപ്പോ പലപ്പോഴും കർഷകർ വരാറുണ്ട്, അവസാനം വലിയ ക്ഷീണിച്ച കൊലയായിട്ട് വരുന്നു. ആ സമയത്ത് നമുക്കറിയാം പൊട്ടാസ്യം കൊടുക്കാൻ മറ്റു വഴികളൊന്നുമില്ല. കാര്യം കൊല ചാടിയതിനു ശേഷം നമുക്ക് പൊട്ടാസ്യം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ആണ് നമ്മൾ കൊടുക്കാറ്. ഒരു 15 ഗ്രാം 1 ലിറ്ററിലുള്ള തോതിൽ കൊല ചാടി ജസ്റ്റ് അപ്പോഴും 1 മാസം കഴിഞ്ഞ് വീണ്ടും ഉള്ള ഒരു സ്പ്രേ ചെയ്യാന്നുള്ളതാണ് നമുക്ക് സാധിക്കുന്നത്. പക്ഷെ നമുക്ക് തുടക്കം മുതൽ 2-ം മാസവും 4-ം മാസവും ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു 1/2 കിലോഗ്രാം പൊട്ടാസ്യം വാഴയ്ക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നന്നായി തൂക്കത്തിൽ നമുക്ക് കിട്ടും. 1/2 കിലോ കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ അത് കൊടുക്കാത്തത് കൊണ്ട് വരുന്ന ഒരു പിഴവാണ് ഇത്. അതോടൊപ്പം നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യം, ഇതെടുക്കും ചില വാഴകളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് അടയാളങ്ങൾ കാണാം. ഇതിന്റെ മുകളിൽ ഇങ്ങനെയുള്ള അടയാളം കാണാം. ഇത് കട്ട് ചെയ്ത് ഈ വേവി ഇതായിട്ട് നമുക്ക് കാണുന്നത് അത് കാൽസ്യത്തിന്റെ കുറവാണ്. ഇപ്പൊ ഈ തോട്ടത്തില് നമ്മൾ കണ്ടല്ലോ, കൃത്യമായിട്ട് അതിന്റെ ഒരു കുറവ് വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കൃത്യമായിട്ട് നമ്മളിപ്പോ ഉദാഹരണം പൊട്ടാസ്യം കൊടുത്തു, എന്നാലും അത് ആസിഡിറ്റി അമ്ലത ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ കാൽസ്യം കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോഴും ഇതേ ഫലം ഉണ്ട്, കിട്ടാത്ത ഫലം വരും. അപ്പോ നമുക്ക് കൃത്യമായിട്ട് കുമ്മായം നമുക്ക് നടുമ്പഴേ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒഴിവാകും. അപ്പൊ ഇവിടെ ഈ തോട്ടത്തിൽ കാൽസ്യത്തിന്റെ കുറവാണ് ഈ കാണുന്നത്. പ്രധാനമായിട്ട് ഒരു അതെല്ലാം അത് തന്നെയാണ്. അപ്പൊ കാൽസ്യം കൊടുത്താൽ ഇതിപ്പോ പൊതുവെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് മാനേജ് ചെയ്യുന്ന ഒരു തോട്ടമായിട്ടാണ് കാണുന്നത്. പക്ഷെ 2 ലക്ഷണങ്ങൾ മാത്രമാണ് ഇതിൽ കാണുന്നത്. അപ്പൊ ഒരു പക്ഷെ നമ്മൾ അത് പൊട്ടാസ്യം അപ്ലൈ ചെയ്ത സമയത്ത് ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നല്ലോ, കുറെ നല്ല മഴയില് ബീച്ച് ചെയ്ത് പോയതായിരിക്കാം. അപ്പൊ കുമ്മായം കൊടുത്തു. അപ്പൊ എന്തായാലും വാഴയെ സംബന്ധിച്ച് വീണ്ടും അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മള് കേരളത്തിലെ മണ്ണിലാണെങ്കിൽ നമുക്ക് എത്ര തവണയാണ് ശരിക്കും കുമ്മായം? കുമ്മായം നമുക്ക് 2 മാസമായിട്ട്, ആദ്യം നടുമ്പോഴും പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് 2 തവണ കൊടുത്താൽ. പിന്നെ ഇതുപോലെ തന്നെയുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിപ്പോ സാധാരണ വരാറുണ്ട്. കാര്യം ഇപ്പൊ കൊടുത്തിട്ടും മാറ്റം ഇല്ലെങ്കിൽ ചിലപ്പോ കൂടുതൽ അമ്ലത വന്നിട്ടുള്ള ഫീൽഡാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മളത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇലയമ്പൾ കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഏതാണ് കൊടുക്കുക? നമ്മളിപ്പോ കാൽസ്യം നൈട്രേറ്റ്. അത് 10 ഗ്രാം 1 ലിറ്ററിൽ. അപ്പൊ ഈ ഇതുപോലെയുള്ള കൂടുതലായിട്ട് കാണുന്നതിന് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ചുവട്ടിലിട്ട് കൊടുത്താൽ കുറച്ച് എന്തായാലും താമസമാവില്ല, എന്തായാലും വാഴയ്ക്കത് എടുക്കാനായിട്ട്. അതെ. അപ്പം വളരെ തീവ്രമായിട്ടുള്ള അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലയിൽ കൊടുക്കുക, പത്രപോഷണം ഇലയിൽ വഴി വളം കൊടുക്കാന്നുള്ള രീതി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ വാഴകൾക്കൊക്കെ നമ്മൾ ഇതുപോലെ തന്നെയുള്ള ഇലകരിച്ചിൽ കാണുന്നുണ്ട്. അപ്പൊ അത് എന്താണത്? ഇത് നമുക്ക് സിഗാട്ടോക ലീവ് സ്പോട്ട് ആണ്. അപ്പോ ആ ലീവ് സ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 2 കാര്യങ്ങൾ ആൾക്കാർ തെറ്റായിട്ട് ചെയ്യും. കാര്യം ഇതിങ്ങനെ നിലനിർത്തും. ഇപ്പൊ ഈ കൃഷിയെ സംബന്ധിച്ച് വളരെ ഹെൽത്തിയാണ്.
ഇത് നിലനിർത്തിയാൽ തന്നെ അതിനകത്തുനിന്ന് നമുക്ക് അതിന്റെ ഇനോക്കുലം മറ്റുള്ള ചെടികൾക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പൊ പരക്കാതിരിക്കാൻ നമ്മൾ ആദ്യമേ ഇങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള ഇലകളൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യേണ്ടത്. രണ്ടാമത് നമുക്ക് പിന്നെ നമ്മൾ പൊതുവെ ചെയ്യാറ് ടിൽറ്റ് അല്ലെങ്കിൽ കോണ്ടാഫ് അതിന്റെ അങ്ങനെയുള്ള പിന്നെ കുമിൾനാശിനികളുടെ ഒരു സ്പ്രേ ആണ് നമ്മൾ കൊടുക്കാറ്. ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കും അതുപോലെ തന്നെ കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്കൊക്കെ ഒരുപോലെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. അതായത് നമ്മൾ തോട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ സാധാരണയായി വാഴപ്പോളയിൽ വെള്ളം തങ്ങി നിൽക്കുക അല്ലെങ്കിൽ വാഴപ്പനി എന്ന് പറയുന്ന അസുഖമൊക്കെ സാധാരണയായി കാണാറുണ്ട്. പക്ഷേ കർഷകർക്ക് പലപ്പോഴും ഇതൊരു രോഗമാണോ അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടാസ്യത്തിന് കുറവാണോ എന്നുള്ള പലപ്പോഴും കർഷകർക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല. എന്തിനാ നമ്മുടെ വാഴയുടെ ഇലയിൽ കട്ടിവെക്കുക അല്ലെങ്കിൽ വെള്ളക്കൂമ്പ് കാണുക എന്ന് പറയുമ്പോഴും പലപ്പോഴും ഇത് കർഷകർ കാര്യമായി ഇതിനൊരു പ്രാധാന്യം നൽകാറില്ല. ഇനി അഥവാ തിരിച്ചറിഞ്ഞാൽ തന്നെ ഈ 3-4 വാഴക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു കുമ്മായം ഇടുന്നില്ല, കാൽസ്യം ഇടുന്നില്ല. കാരണം മറ്റൊന്നുകൊണ്ടല്ല, അതായത് വണ്ടി വിളിച്ച് കൊണ്ടുവന്ന് അത് ഇടുന്നതിൻ്റെയും കൂലിച്ചെലവൊക്കെ ആലോചിക്കുമ്പോൾ പലപ്പോഴും കർഷകർ ഇതിൽ നിന്ന് പിന്തിരിയാറാണ് പതിവ്. എന്നാൽ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായി, അതായത് ഈ വളങ്ങളൊക്കെ നമ്മൾ പണ്ട് കാലത്തെ പോലെ ചുമന്നു കൊണ്ടുവരേണ്ട. അതായത് കാലം മാറിയതിനനുസരിച്ച് ഇതുപോലെയുള്ള കുറവുകൾ കാണുകയാണെങ്കിൽ കാൽസ്യത്തിനാണെങ്കിൽ കാൽസ്യം നൈട്രേറ്റിൻ്റെ രൂപത്തിൽ, അതുപോലെ തന്നെ SOP ആയിട്ടും, അതായത് പൊട്ടാസ്യത്തിന് കുറവാണെങ്കിൽ 0.050 അല്ലെങ്കിൽ SOP എന്ന് പറയുന്ന വളമൊക്കെ നമ്മൾക്ക് ഓരോ കിലോത്തിൻ്റെ പാക്കറ്റുകളിൽ ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് ഇലകളിൽ ഫോളിയർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ പത്രപോഷണം വഴിയൊക്കെ നമ്മൾ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു മാക്സിമം 2 ദിവസത്തിനകത്ത് ഇതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കാലം മാറിയതിനനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ വളങ്ങളും നമ്മൾ പരീക്ഷിക്കണം. എന്നാൽ മാത്രമേ, അതായത് നമ്മളെ വാഴയിൽ എന്തെല്ലാം കുറവുകളാണ് ഉള്ളതെന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിനുള്ള വളപ്രയോഗങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നല്ല വിളവ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ഇത്രയും നേരം നമ്മളുമായി പങ്കുവെച്ച തവനൂർ കാർഷിക സർവകലാശാല ഫാം മേധാവിയായിട്ടുള്ള ഡോക്ടർ PK അബ്ദുൾ ജബ്ബാർ സാറിനോട് നമ്മളുടെ ചാനലിൻ്റെ വകയും എൻ്റെ വകയും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം.